കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജുയെ ഔദ്യോഗിക പിൻഗാമിയായി തെരഞ്ഞെടുത്തതായി റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ ചാരസംഘടനയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഔദ്യോഗിക പരിപാടികളിൽ കിം ജോങ് ഉന്നിനോടൊപ്പം സജീവ സാന്നിധ്യമാണ് മകൾ കിം ജുയെ. ഉത്തര കൊറിയയുടെ അടുത്ത പിൻഗാമിയാകുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പിൻഗാമിയാകുന്നതിന് മുന്നോടിയായുള്ള പരിശീലന ഘട്ടത്തിലായിരുന്നു കിം ജുയെ. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജുയെ ഔദ്യോഗിക പിൻഗാമിയായി തെരഞ്ഞെടുത്തതായി റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ ചാരസംഘടനയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഔദ്യോഗിക പരിപാടികളിൽ കിം ജോങ് ഉന്നിനോടൊപ്പം സജീവ സാന്നിധ്യമാണ് മകൾ കിം ജുയെ. ഉത്തര കൊറിയയുടെ അടുത്ത പിൻഗാമിയാകുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പിൻഗാമിയാകുന്നതിന് മുന്നോടിയായുള്ള പരിശീലന ഘട്ടത്തിലായിരുന്നു കിം ജുയെ. പശ്ചിമ ബംഗാളിൽ നിപ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന നേഴ്സ് മരിച്ചു. നോർത്ത് പർഗനാസ് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദീർഘകാലമായി ചികിത്സയിലായിരുന്നു രോഗബാധിതയായ നേഴ്സ്. ജനുവരി ആദ്യത്തോടെയാണ് പശ്ചിമ ബംഗാളിലെ 2 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് യുവതി അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. അതിനിടെ ഇന്ന് ഹൃദയാഘാതം ഉണ്ടായതോടെയാണ് 25-കാരിയായ നേഴ്സ് മരിച്ചത്. പശ്ചിമ ബംഗാളിൽ നിപ വൈറസ് ബാധിച്ച് രേഖപ്പെടുത്തിയ ആദ്യത്തെ മരണമാണിത്. രോഗബാധിതനായ രണ്ടാമത്തെ പുരുഷ നേഴ്സായ സഹപ്രവർത്തകനെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. തൃശൂർ ഒരപ്പൻകിട്ടിൽ കുളിക്കാനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. കണ്ണാറ റോസ് ഗാർഡനിൽ അജി വർഗീസാണ് മരിച്ചത്. വൈകിട്ട് 3:30യോടെയാണ് അപകടമുണ്ടായത്. സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയ അജി മുങ്ങി താഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായി. അതായത് സാധാരണ ഫാമിലികൾ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കുളിക്കുന്നതാണ്. സാധാരണ വെള്ളത്തിൽ പോകുന്ന സ്ഥലമുണ്ട്, ഒരു ഇടുക്കുണ്ട്. അവിടെയൊന്നും അല്ല, ഇത് സാധാരണ കുളിക്കുന്ന സ്ഥലമാണ്. അവിടെ അബദ്ധവശാൽ എങ്ങനെയോ കാല് തെറ്റി നീന്തലറിയാത്ത ആളാണ്. ഇവിടെ ആൽപ്പാറ റോസ് ഗാർഡനിലെ അജി എന്ന് പറയുന്നതാണ് ചെയ്യാൻ. അപ്പോൾ ആളും ആളുടെ മകനും കുറേ കുട്ടികളെ കൂടി വന്നതാണ്. ആൾ വീണത് സത്യത്തിൽ ആരും കണ്ടില്ല. കാണാത്ത പെട്ടെന്ന് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആളെ നോക്കണേ. അപ്പോഴത്തേനും ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കച്ചേരിമുക്കിൽ 12 വയസ്സുകാരി ഷോക്കേറ്റ് മരിച്ചു. വീടിനോട് ചേർന്നുള്ള വൈദ്യുതി ലൈനിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. കളത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹിയാണ് മരിച്ചത്. വീടിന്റെ ടെറസിന് മുകളിൽ കളിക്കുന്നതിനിടെ കുട്ടിയുടെ കൈ അബദ്ധത്തിൽ വൈദ്യുത ലൈനിൽ തട്ടുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മടവൂർ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൻഹ. കൊല്ലം ഇരവിപുരത്ത് അനിയൻ ജ്യേഷ്ഠനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. അനിയൻ കെനിനാണ് ചേട്ടൻ അനിലിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. പത്തനംതിട്ട റാന്നി വായ്പൂരിൽ യുവാവ് മുങ്ങി മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി മനോജാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയ മനോജ് കാല് വഴുതി മണിമലയാറ്റിൽ അകപ്പെടുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് റാന്നി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മണിമലയാറ്റിൽ വെള്ളത്തിന്റെ നില കുറവായിരുന്നെങ്കിലും മനോജ് വീണ ഭാഗത്ത് താഴ്ചയുള്ളതും ചെളി നിറഞ്ഞതുമായ പ്രദേശമായിരുന്നു. വീഴ്ചയിൽ മനോജ് ചെളിയിൽ പുതയുകയായിരുന്നുവെന്നാണ് വിവരം. മലപ്പുറം നിലമ്പൂരിൽ കുട്ടിയുടെ കഴുത്തിലെ സ്വർണ്ണമാല മോഷ്ടിച്ചു വിഴുങ്ങിയ യുവതി അറസ്റ്റിൽ. മുക്കട്ട സ്വദേശി സമീനയാണ് അറസ്റ്റിലായത്. നിലമ്പൂരിലെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു സംഭവം. വരാന്തയിൽ ഓടിക്കളിച്ച കുഞ്ഞിനെ സമീന ലാളിക്കുകയും പിന്നാലെ കുഞ്ഞിന്റെ കഴുത്തിലെ 3 ഗ്രാമോളം തൂക്കമുള്ള സ്വർണ്ണമാല കാണാതാവുകയുമായിരുന്നു. പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ സമീന മാല വിഴുങ്ങിയെന്നാണ് കേസ്. ജില്ലാ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ സമീനയുടെ വയറ്റിൽ ആഭരണം കണ്ടെത്തി. ആഭരണം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. തൃശൂരിൽ ഫ്ളാറ്റ് വാങ്ങാനെന്ന വ്യാജേന വന്ന് 65-കാരുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതി പിടിയിൽ. കൊല്ലം മഞ്ചൽ സ്വദേശി അനിൽകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 19-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഒറ്റയ്ക്ക് താമസിക്കുന്ന 65-കാരെ ഫ്ളാറ്റ് നോക്കാനെന്ന വ്യാജേന എത്തിയ 1-ാം പ്രതി അനിൽകുമാർ കബളിപ്പിച്ച് 25 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല അലമാരയിൽ നിന്ന് മോഷ്ടിച്ച് കടക്കുകയായിരുന്നു. മോഷണത്തിന് ശേഷം പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണ്ണമാല സുഹൃത്തായ 2-ാം പ്രതി കോഴിക്കോട് ഒളവണ്ണ സ്വദേശി അർജുന്റെ പേരിൽ പണയം വെച്ചതായും തുടർന്ന് മറ്റൊരു സുഹൃത്തായ കൊല്ലം സ്വദേശി ദീപകിന്റെ സഹായത്തോടെ വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
തൃശൂർ കയ്പമംഗലത്ത് കാറ് തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ബാറിൽ നിന്നും പിടികൂടി. മദനപ്പള്ളി സ്വദേശി നൌഷാദിനെയാണ് കാട്ടൂരിലെ അശോക ബാറിൽ നിന്ന് പിടികൂടിയത്. ജനുവരി 22-ന് ചന്ദ്രാപിന്നിയിൽ വെച്ചായിരുന്നു സംഭവം. കേസിലെ മറ്റ് പ്രതികളായ ചന്ദ്രാപിന്നി സ്വദേശി റിജിൽ, മദനപ്പള്ളി സ്വദേശി ആബിദ്, പയ്യന്നൂർ സ്വദേശി ഷാരോൺ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. പിടിയിലായ നൌഷാദ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 2013 IPL ഒത്തുകളി വിവാദത്തിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണി നൽകിയ മാനനഷ്ട കേസിൽ 10 ലക്ഷം കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെട്ട മദ്രാസ് ഹൈക്കോടതി. ഒത്തുകളിയിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചു എന്നാരോപിച്ചാണ് ധോണി മാനനഷ്ട കേസ് നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട ധോണി കോടതിയിൽ സമർപ്പിച്ച കോമ്പാക്ട് ഡിസ്കുകൾ അടക്കമുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ പകർത്തിയ എഴുതുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള തുകയാണ് കെട്ടിവയ്ക്കേണ്ടത്. മാർച്ച് 12-നോ അതിനു മുമ്പെയോ ചീഫ് ജസ്റ്റിസിന്റെ ദുരിതാശ്വാസ നിധിയിൽ 10 ലക്ഷം രൂപ നിക്ഷേപിക്കണമെന്നാണ് നിർദ്ദേശം. സി മീഡിയ കോർപ്പറേഷൻ പത്രപ്രവർത്തകൻ സുധീർ ചൗധരി, വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ G സമ്പത് കുമാർ, ന്യൂസ് നേഷൻ നെറ്റ്വർക്ക് എന്നിവർക്കെതിരെയാണ് ധോണി മാനനഷ്ട കേസ് നൽകിയത്. 2013-ലെ IPL മത്സരങ്ങളുടെ വാതുവെപ്പിലും ഒത്തുകളിയിലും ധോണിക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രതികൾ തനിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തുവെന്നായിരുന്നു കേസ്. തൃശൂർ നഗരത്തിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരം കുത്തി തുറന്ന പണം കവർന്നു. പോസ്റ്റ് ഓഫീസ് റോഡിലെ മാരിയമ്മൻ കോവിലും DIG ഓഫീസിന് സമീപത്തെ ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരവുമാണ് കുത്തി തുറന്നത്. മാരിയമ്മൻ കോവിലിൽ നിന്നും 5000 രൂപ നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് 11 മണിയോടെ കവർച്ച നടന്നത്. കവർച്ചയ്ക്ക് പിന്നിൽ ഒരാളാണെന്നാണ് വിവരം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കോഴിക്കോട് അരയിടത്ത് പാലത്തിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. സ്വിഫ്റ്റ് കാറും മാരുതി ജെമിനിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്വിഫ്റ്റ് കാറിൽ ഉണ്ടായിരുന്ന ഫറൂഖ് സ്വദേശികളായ മുഹമ്മദ് ഷഹാസ, ആയിഷ, ഫിദ, 1 വയസ്സുള്ള കുഞ്ഞ് റഹ്മ, ജെമിനി ഓടിച്ചിരുന്ന തച്ചമ്പോയിൽ സ്വദേശി സലീഖ് മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 1 വയസ്സുള്ള കുഞ്ഞിന്റെയും ആയിഷ, ഫിദയുടെയും നില ഗുരുതരമാണ്. ജെമിനി തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ വന്നതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്വിഫ്റ്റ് കാറിനകത്ത് അകപ്പെട്ടു പോയ 3 പേരെയും നാട്ടുകാരാണ് പുറത്തെടുത്തത്. പോലീസ് എത്തിയാണ് അപകടത്തിൽപ്പെട്ട കാറുകൾ റോഡിൽ നിന്ന് നീക്കിയത്. സ്ത്രീക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടി നമ്മൾ കാറ് പൊളിച്ചിട്ട് അതിലെടുത്തത്. ഞങ്ങൾ വേറെ 2 പേരാണ് അത് എടുത്തത്. കാരണം അവരും കൂടിയിട്ട് അതിൽ കുട്ടിയൊന്നും വേണ്ടിയതില്ല, സ്ത്രീയും വേണ്ടുന്നില്ല. ബാക്കി അതിനകത്ത് കുറച്ച് സീരിയസ് ആണുള്ളത്. പിന്നെ ഇത് വണ്ടി ഓഫായിട്ടില്ല. അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടാണ്. നേരത്തെ കുറച്ച് സ്പീഡിൽ റോങ്ങിലാണ് വന്നിരുന്നത്. അവിടെ 2 ആൾക്കാർ മുഖത്തേക്കാണ് വന്നിരുന്നത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും? കുട്ടി മാക്സിമം 1 വയസ്സ്. സ്ത്രീ ഒന്നും വേണ്ടിയിട്ടില്ല. സ്ത്രീക്ക് ഏകദേശം സ്ത്രീക്ക് ഒരു 10-30 വയസ്സിൻ്റെ ഉള്ളിൽ, 25-30 ഉള്ളിൽ ഉണ്ടാവുള്ളൂ. കണ്ണൂർ കൂത്തുപറമ്പിൽ നിർത്തിയിട്ട ലോറിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ലോറിയിലെ ഡ്രൈവർ കൈതേരി സ്വദേശി ബഷീറിനാണ് പരിക്കേറ്റത്. ഇയാളെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊക്കിലങ്ങാടി ഭാഗത്തു നിന്നും കണ്ണവം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 ലോറികളുടെയും മുൻഭാഗം തകർന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ മരുന്ന് വിതരണ കമ്പനിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. മരുന്നുകൾ വിവിധ മെഡിക്കൽ സ്റ്റോറുകളിൽ വിതരണം ചെയ്ത ശേഷം കിടങ്ങന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാറ്റ ഐറിസ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ചേലക്കരയിൽ പുലിയുടെ സാന്നിധ്യമെന്ന സംശയം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആറ്റൂർ ജനവാസ മേഖലയിലാണ് പുലിയാണെന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരം കുണ്ട് ഡാം റോഡിൽ നൌഷാദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും താറാവിനെ പിടിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. നൌഷാദിന്റെ വീട്ടിൽ നിന്നും സ്ഥിരമായി താറാവുകളെ കാണാതാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം താറാവിനെ പിടിക്കുന്നതായി കണ്ടെത്തിയത്. തൃശൂർ മങ്ങാട് തേനീച്ചയുടെ ആക്രമണം. ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. മങ്ങാട് സ്വദേശി ഹരിദാസനും കുടുംബാംഗങ്ങൾക്കുമാണ് കുത്തേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മങ്ങാട് വടക്കുമുറി ക്വാറിക്ക് സമീപം താമസിക്കുന്ന മൂത്താട്ടുപറമ്പിൽ വീട്ടിൽ കുട്ടൻ, മക്കളായ ഭിന്നശേഷിക്കാരനായ ഹരിദാസൻ, സഹോദരി പ്രിൻസി, ബിജു എന്നിവർക്കാണ് തേനീച്ച കുത്തേറ്റത്. കാലത്ത് 10 മണിയോടുകൂടിയാണ് സമീപത്തെ ക്വാറിയിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നുവന്ന് ഇവരെ ആക്രമിച്ചത്. പരുന്ത് തേനീച്ചക്കൂട് കൊത്തിയിളക്കിയതാകാമെന്ന് അയൽവാസി രതീഷ് പറഞ്ഞു. ഇന്ന് കാലത്തൊരു 9:30-10 മണി ഉണ്ടാവും. ആ സമയത്ത് പരുന്തുകൾ പറന്നു. ആ പരുന്ത് പോയിട്ട് അവിടെ കൂടുമ്പോൾ കുത്തി തോന്നുന്നു. അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തെ വീട്ടുകാർ അവിടെ ഭക്ഷണം വെക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലോ. ഇവിടെ എല്ലാവരും പുറത്തുനിന്ന്. അവനാണെങ്കിൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില്ലാത്തൊരു പയ്യനാണ്. അവന് ഇലക്ട്രോണിക്സ് വീൽ ചെയറിരിക്കണ്ടെന്ന്. പെട്ടെന്ന് ഇത് വന്നപ്പോൾ ആദ്യം പെങ്ങൾക്കാണ് ഒന്ന് കുത്തു കിട്ടിയത്. പിന്നെ അവന് എല്ലാവരും ഓടിയപ്പോൾ ഇവന് ഓടാൻ പറ്റുന്നില്ല. പിന്നെ പിന്നെ മേത്തേക്കായി ഇവൻ ഈ ഇലക്ട്രോണിക്സ് ചെയർ ഈ വഴി കണ്ട അത്രയും മോശം വഴി കൂടെ ആ ഇലക്ട്രോണിക്സ് ചെയർ ഓടിച്ചിട്ട് അവൻ റൂട്ടിലെത്തി റൂട്ടിലൂടെ പോവുക ചെയ്തത്. അങ്ങനെ അവന് പിന്നാലെ വന്ന് കുറേ കുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ രക്ഷിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഞാനെന്താ വെച്ചാൽ എൻ്റെ കുട്ടികളുണ്ടല്ലോ ഇവിടെ. കുട്ടികളെ ഞാൻ ബാഗ് എൻ്റെ വീട്ടിൽ പെട്ടെന്ന് കയറില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സും പിന്നെ അതുപോലെ ഞാൻ മുകളിൽ മറ്റേതൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് അതിനുള്ളിൽ കയറ്റി. ഞാൻ ഇറങ്ങി. അപ്പം എനിക്ക് കിട്ടിയല്ലോ. പിന്നെ ആ പോണ വഴിക്ക് അവൻ്റെ അടുത്തേക്ക് വന്നവർക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. തേനീച്ചാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഭിന്നശേഷിക്കാരനായ ഹരിദാസൻ മുച്ചക്രവാഹനവും എടുത്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തോടെ തേനീച്ചകൾ ആക്രമിക്കുകയായിരുന്നു. ഹരിദാസിനെ രക്ഷപ്പെടുത്താൻ പുറകെ പോയ കുടുംബാംഗങ്ങളെയും തേനീച്ചകൾ ആക്രമിച്ചു. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഹരിദാസിനെയും കുടുംബാംഗങ്ങളെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ കുന്നംകുളം ആനക്കലിൽ വീട്ടുവളപ്പിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോൽ കൂനകൾക്ക് തീപിടിച്ചു. പറമ്പ് വൃത്തിയാക്കുന്നതിനായി ഷവറുകൾക്ക് തീയിട്ടപ്പോഴാണ് വൈക്കോൽ കൂനയ്ക്ക് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിന് വഴി കൊടുത്തില്ലെന്ന പേരിൽ KSRTC ബസിന്റെ കണ്ണാടി അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസിന്റെ മിററാണ് ബ്ലൂബെറി എന്ന ബസ്സിലെ ഡ്രൈവർ അടിച്ചു പൊട്ടിച്ചത്. ദേശീയപാതയിലൂടെ സർവീസ് റോഡിലൂടെ പോകുന്നതിനിടെ KSRTC ബസിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ബസ്സിൽ തട്ടി സ്വകാര്യ ബസിന്റെ കണ്ണാടിക്ക് കേടുപാട് സംഭവിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച സ്വകാര്യ ബസ് ഡ്രൈവർ കയ്യിൽ ധരിച്ചിരുന്ന വള കൊണ്ട് KSRTC ബസ്സിലെ കണ്ണാടി അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. KSRTC ബസ് ഡ്രൈവറുടെ പരാതിയിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 വീണ്ടും സുരക്ഷാ ഭീഷണി. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ റോഡിന്റെ പാർശ്വഭിത്തിയിലെ സ്ലാബ് നിലം പതിച്ചു. കോതപറമ്പ് സെന്ററിൽ അടിപ്പാതയ്ക്ക് തെക്കുവശം ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. കിഴക്കേ സർവീസ് റോഡിനോട് ചേർന്നുള്ള പാർശ്വഭിത്തിയിലെ സ്ലാബാണ് നിലം പതിച്ചത്. സംഭവം നടന്നയുടൻ കരാർ കമ്പനി തൊഴിലാളികൾ ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബ് നീക്കം ചെയ്തു. വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമായിരുന്നുവെങ്കിലും ഭാഗ്യവശാൽ അപകടം ഒഴിവായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ പലയിടത്തും ഇത്തരത്തിൽ സ്ലാബുകൾ നിലം പതിച്ചിരുന്നു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,530 രൂപ. പവന് 1,16,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,010 രൂപ. പവന് 96,080 രൂപ. വെള്ളി ഗ്രാമിന് 290 രൂപ. കിലോ 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. തിരികെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. തോറ്റു പിന്മാറാനല്ല, ജയിച്ച് ചരിത്രമാവാനാണിഷ്ടം. ജൂനിയേഴ്സ് ജേണി ഫെബ്രുവരി 13 മുതൽ തിയേറ്ററുകളിൽ. ജൂനിയേഴ്സ് ജേണി. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800 123
0625. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. Admissions are now open for the academic year 2026-2027 at Sancho's Metropolitan School, Thalassery. Hurry, enroll today. Registrations are open for pre-KG to 9th standard. Limited seats available. For more details, call 0490-2327-944. Visit our campus at Holloway Road, Thalassery, or log on to www.smstly.edu.in. ജൂനിയേഴ്സ് ജേണി ഫെബ്രുവരി 13 മുതൽ തിയേറ്ററുകളിൽ. കേരളത്തിൽ നിന്നുള്ള BJP സംഘവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. തദ്ദേശ സ്വയംഭരണ തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും വികസിത കേരളത്തിനുള്ള കർമ്മ പദ്ധതികളെക്കുറിച്ചും ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ഡൽഹി പ്രവാസ് എന്ന ഭരണ നൈപുണ്യ വികസന ശിബിരത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP തദ്ദേശ പ്രതിനിധികളുടെ സംഘം പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വയനാട് തിരുനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്ക്. ഗുണ്ടികപ്പറമ്പ് ഉന്നതിയിലെ ദേവികയ്ക്കാണ് പരിക്കേറ്റത്. വിറക് ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. മാരകായുധം കൈവശം വെക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങി 8ഓളം കേസുകളിൽ പ്രതിയായ കുറ്റവാളി അറസ്റ്റിൽ. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി സക്കറിയാണ് അറസ്റ്റിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഡാൻസ് ഓഫ് സാഹസികമായി പിടികൂടുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലും വയനാട് ജില്ലയിലെ കമ്പളക്കാട് സ്റ്റേഷനിലുമാണ് സക്കറിയക്കെതിരെ കേസുള്ളത്. ഇയാൾ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പിടിയിലായത്. തന്നെ അയോഗ്യനാക്കാനുള്ള നീക്കത്തിൽ പ്രതികരിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തനിക്കെതിരെ എന്തൊക്കെ വന്നാലും എന്നും കർഷകർക്കൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം. രാജ്യത്തെ കാർഷിക മേഖല മോദി വിറ്റെന്നും സത്യം പറഞ്ഞതിനാണ് തനിക്കെതിരായ നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു. മോദി കർഷക വിരോധിയാണെന്നത് ജനങ്ങൾക്കെല്ലാം അറിയാം. അതിന് തന്റെ പേരിൽ കേസെടുത്തോളൂ, അസഭ്യം പറഞ്ഞോളൂ, തന്നെ പാർലമെന്റിൽ അയോഗ്യനാക്കാനുള്ള പ്രമേയം വരെ കൊണ്ടുവന്നോളൂ. എന്നാലും താൻ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നത് തുടരുമെന്ന് അദ്ദേഹം വീഡിയോയിൽ വ്യക്തമാക്കുന്നു. കേന്ദ്ര ബജറ്റിനെയും ഇന്ത്യ US വ്യാപാര കരാറിനെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിന്റെയും മുൻ കരസേനാ മേധാവി MM നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പാർലമെന്റിൽ വായിച്ചതും പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കം. BJP MP നിഷികാന്ത് ദുബെയാണ് രാഹുലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. രാഹുലിനെ അയോഗ്യനാക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആജീവനാന്തം വിലക്കണമെന്നുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. नरेंद्र मोदी जी ने देश को बेच दिया है, किसानों को बेच दिया है. आप मेरे ऊपर केस डालो, गाली दो, जो भी आपको करना है करो, प्रिविलेज मोशन डालना है वो डाल दो, कोई फर्क नहीं पड़ता. मैंने पार्लियामेंट हाउस में सच्चाई बोली है. आपको सच्चाई अच्छी नहीं लगे वो दूसरी बात है. देश सच्चाई को समझता है. आप कुछ भी करना है कर लो, मैं किसानों के साथ खड़ा हूं, 1 इंच पीछे नहीं हटूं. कांग्रेस प्रेसिडेंट खारगे जी, मैं और पूरी कांग्रेस पार्टी, हमारे सब कार्यकर्ता किसानों के साथ खड़े हैं. ये अन्याय हम नहीं होंगे. धन्यवाद. കൊല്ലം
ആദിച്ചെന്നല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. ആദിച്ചെന്നല്ലൂർ പഞ്ചായത്തിലെ 9-10 വാർഡുകൾ ഉൾപ്പെട്ട കട്ടച്ചലേലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി റോഡിലൂടെ കടന്നു പോകുന്നത്. രൂക്ഷഗന്ധം കാരണം കാൽനട യാത്രികർക്ക് പോലും ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മാലിന്യം ടാങ്കറിൽ നിറച്ചാണ് ചാത്തന്നൂരിന്റെയും ആദിച്ചെന്നല്ലൂരിന്റെയും വിവിധ ഭാഗങ്ങളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ എത്തിക്കുന്നത്. പോലീസ് പെട്രോളിംഗ് കർശനമാക്കിയാൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ പിടികൂടാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണമെന്നും സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രി കാലങ്ങളിൽ വലിയ വണ്ടിയിലാണ് ഇത് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. വലിയ പമ്പ് ചെയ്താണ് ഇതിനകത്ത് ഈ കലങ്ങിൻ്റെ അടിയിലോട്ട് പമ്പ് ചെയ്ത് വിടുന്നതാണ്. സ്മെല്ലും അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ആ തോടിന് അകത്ത്. ഇത് പോലീസ് അധികാരികളും ഇതിനെ പറ്റി കുറച്ച് സൂക്ഷ്മതയോടെ നോക്കി ഇതിനെ ഒരു അറുതി വരുത്തണമെന്നാണ്. കുവൈറ്റിലെ റോഡുകളിൽ എമർജൻസി വാഹനങ്ങൾക്ക് വേഗത്തിൽ ഗതാഗതം സാധ്യമാക്കുന്നതിനായി മേക്കിംഗ് വീക്ക് സംവിധാനം ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ അടിയന്തര സേവന വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് വാഹനങ്ങൾ വഴിമാറി നൽകേണ്ടതിന്റെ നിർബന്ധിതാവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കർശന നടപടികളും ഒരുമിച്ച് നടപ്പിലാക്കുന്നതാണ് പദ്ധതി. ട്രാഫിക് വിഭാഗം നൽകിയ നിർദ്ദേശപ്രകാരം എമർജൻസി സൈറൻ കേൾക്കുമ്പോൾ തന്നെ വാഹനയാത്രക്കാർ സുരക്ഷിതമായി വലത് അല്ലെങ്കിൽ ഇടത് വശത്തേക്ക് മാറി വാഹനം നിർത്തുകയോ സാവധാനമായി മുന്നോട്ട് നീക്കുകയോ ചെയ്യണം. എമർജൻസി വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നത് നിയമലംഘനമായി കണക്കാക്കി പിഴയും മറ്റ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നഗരത്തിലെ ഗതാഗത തിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ക്യാമറ നിരീക്ഷണവും ട്രാഫിക് പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. ജീവൻ രക്ഷിക്കുന്ന സേവനങ്ങൾക്ക് ഓരോ നിമിഷവും നിർണായകമാകുന്നതിനാൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ട്രാഫിക് വകുപ്പ് അഭ്യർത്ഥിക്കുന്നു. ഒരു വഴിമാറ്റം ഒരു ജീവൻ രക്ഷിക്കും എന്ന സാമൂഹ്യ ബോധം റോഡുകളിൽ ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗിലൂടെ എമർജൻസി സേവനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഓരോ പൗരന്റെയും കടമയാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 3 മാസത്തിൽ കുറയാത്ത ജയിൽവാസമോ അല്ലെങ്കിൽ 150 ദിനാർ മുതൽ 300 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നോ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര. കൊല്ലം കുണ്ടറയിൽ ദേശീയപാതയുടെ ഇരുഭാഗങ്ങളും കാടുകയറി നശിക്കുന്നു. കുണ്ടറ 6 മുറിക്കിടയ്ക്കും 7 കോണിനും മധ്യയുള്ള ദേശീയപാതയോരമാണ് നശിക്കാറായ നിലയിൽ കാട് മൂടിയത്. ഇഴജന്തുക്കളും കാഴ്ച മറയുന്നത് മൂലമുള്ള അപകടങ്ങളും ഇവിടെ പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിനിരുവശവും കാടുമൂടി ടാറിംഗ് തീരുന്നിടം മുതൽ ഫുട്പാത്ത് വരെ പൂർണ്ണമായും പുല്ലുവളർന്ന അവസ്ഥയിലാണ് ദേശീയപാത. കാടു വളർന്നു നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും ആശങ്കയിലാണ്. വലിയ വാഹനങ്ങൾ എത്തിയാൽ കാൽനട യാത്രക്കാർ കാടുകൾക്കപ്പുറം മാറി നിൽക്കാറാണ് പതിവ്. കാടുകൾക്കിടയിൽ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, പൊട്ടിയ കണ്ണാടിച്ചില്ലുകൾ, ബിയർ കുപ്പികൾ മുതലായവ കിടക്കുന്നതും ഇവിടെ പതിവാണ്. ഇഴജന്തുക്കളുടെ എണ്ണത്തിലും കുറവില്ല. പഞ്ചായത്തോ ദേശീയപാത അതോറിറ്റിയോ PWDയോ ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും കാട് വളർന്നു നിൽക്കുന്നതിനാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തത് മൂലം അപകടങ്ങളും പതിവാണ്. വലിയ അപകടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാതെ എത്രയും പെട്ടെന്ന് കാടുകൾ നീക്കം ചെയ്യണമെന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ഇടുക്കി മൂന്നാർ മാലിന്യ പ്ലാന്റിന് മുന്നിൽ പ്രതിഷേധ സമരം. മാലിന്യ പ്ലാന്റ് നല്ലതണ്ണി കലാർ എസ്റ്റേറ്റിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട യുവമോർച്ച പ്രവർത്തകരും തൊഴിലാളികളുമാണ് പ്രതിഷേധം ഉയർത്തിയത്. പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് യുവമോർച്ച പ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും തീരുമാനം. മൂന്നാർ നല്ലതണ്ണി കല്ലാറിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം യുവമോർച്ച പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു 2ാം ദിവസത്തെ സമരം. ബുധനാഴ്ച രാവിലെ മൂന്നാർ ടൗണിൽ നിന്നും മാലിന്യം ശേഖരിച്ച പ്ലാന്റിലെത്തിയ വാഹനം യുവമോർച്ച പ്രവർത്തകർ പ്ലാന്റിന് പുറത്തുവച്ച് തടഞ്ഞു.
സമീപത്തുള്ള കല്ലാർ എസ്റ്റേറ്റിൽ നിന്നുള്ള തൊഴിലാളികളും എത്തിയതോടെ പ്രതിഷേധം ശക്തമായതോടെ മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി സമരം ശാന്തമാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും തൊഴിലാളികൾ വഴങ്ങിയില്ല. மூணாரில் இருக்க ஹோட்டலில் உள்ளது எல்லா கழிவுமே கொண்டு வந்து இங்கே போடுறாங்க. போட்டுட்டு கொஞ்சம் இப்போ இல்லை தீ வைக்கிறது, இது 3 வருஷத்துக்கு முன்னாடி இவங்க தீ வச்சு இந்த டைம் தான் கரெக்டாக ஜனவரி மார்ச் ஏப்ரல் இந்த டைமில் தான் இவங்க தீ வைப்பாங்க. தீ வச்சுட்டு எங்களுக்கு தெரியாதுன்னு சொல்லுவாங்க. நாங்கள் இதோட 2023 இதே மாதிரி ஒரு போராட்டம் பண்ணோம். அப்பவும் இதே மாதிரி தான் பஞ்சாயத்துக்காரங்க சொன்னாங்க, இல்லை இந்த மிஷின் ரிப்பேராக இருக்குது, நாங்கள் வந்து உங்களுக்கு சரி பண்ணிவிட்டு திருப்பி இந்த மாதிரி குப்பையெல்லாம் இங்கே வராதுன்னு சொன்னாங்க. நாங்கள் அதை நம்பி சரி பரவாயில்லன்னு நாங்கள் விட்டு கொடுத்து போனோம். இதுவரை தரம் பிரிச்சு அவங்க தரவே இல்லை. கல்லார்ல மட்டும் 100 கேன்சர் பேஷண்ட் இருக்காங்க. அதுக்கடுத்து எல்லாருக்கும் ஆஸ்மா, இப்போ எனக்கும் ஆஸ்மா இருக்கு, எல்லாருக்கும் தைராய்டு பிரச்சனை இருக்கு. மெடிக்கல் ட்ரீட்மெண்ட் எங்களுக்கு சரிவர கிடைக்கவும் மாட்டேக்கு. இதை வந்து எந்த கட்சிக்காரங்களும் எங்களுக்கு வந்து முன்னாடி நின்று எடுத்து நடத்தி தர மாட்டேக்காங்க. அதனால நாங்கள் 2-3 தடவை இதுவரை ஆக்ஷன் எடுத்துட்டோம். நாங்கள் வந்து இங்கே வந்து மறியலும் பண்ணிட்டோம், இதுவரை செய்யலை. இப்போ இந்த ஒரு வாரமா அங்கே தீ பிடிச்சிட்டு இருக்குது இந்த குப்பையில. அவ்வளோ புகையும் கல்லார்ல தான் வந்து இருக்கு. அதை சொல்லியும் இதுவரை ஒரு தீர்மானம் எடுக்கல. പിന്നീട് മൂന്നാർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥലത്തെത്തുകയും പോലീസിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തുകയും ചെയ്തു. തൊഴിലാളികൾ വഴങ്ങാതെ വന്നതോടെ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം പ്ലാന്റിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികളും രംഗത്തെത്തി. നമ്മളൊരു 300-350 കുടുംബമുണ്ട് ഇതിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ഈ വേസ്റ്റ് ഇടുന്നതിൻ്റെ മിക്ക വേസ്റ്റുകളും മഴയത്ത് നമുക്ക് താഴെയാണ് വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും നിങ്ങൾ പരിശോധന നടത്തിക്കോ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ വീസിങ്ങും പിന്നെ ക്യാൻസറും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വേസ്റ്റ് നമുക്ക് ഇവിടെ ഇടുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് 20-25 വർഷം മുമ്പൊക്കെ ആർക്കും ഇവിടെ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലത്തുണ്ടായിരുന്ന മുൻ MLA AK മണി, CPI മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ എന്നിവരും തൊഴിലാളികൾ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S വിജയകുമാറിനോട് ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാവുന്നതാണെന്നും ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. അതിന് കുറ്റക്കാരെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് സാർ ഇന്നാണോ സാർ? അന്ന് തന്നെ 4 ദിവസമായിട്ട് അത് പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ പറയാം. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭരണസമിതി ഇപ്പോൾ വന്ന് 1 മാസമേ ആയിട്ടുള്ളൂ. ഇത് 20 വർഷമായിട്ട് കമ്പനിയുടെ 50 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കാലാകാലങ്ങളായി ഉദ്യോഗസ്ഥർ നൽകുന്ന ഉറപ്പുകൾ പാലിക്കാറില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പ്ലാന്റിലെ ഭക്ഷണ മാലിന്യങ്ങൾ കഴിക്കാനെത്തുന്ന എണ്ണമറ്റ നായ്ക്കളും ജനവാസ മേഖലയിൽ ഭീഷണി ഉയർത്തുന്നതായും തൊഴിലാളികൾ ആരോപണമുയർത്തി. പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ സമരം തുടരുവാനാണ് യുവമോർച്ച പ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ശബരിമലയിൽ സ്വർണ്ണമോഷണ വിവാദങ്ങൾ തുടരുന്നു എന്നതിന്റെ സൂചനയാണ് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ കണ്ടെത്തലുകൾ. കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ പോലും അവ്യക്തത നിലനിൽക്കുകയാണ്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന് തൊട്ടു പിന്നാലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദവും മലകയറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത് 2017 നിർമ്മിച്ച അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന്. വലിയ തരത്തിലെ വിവാദങ്ങൾ ഇപ്പോൾ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ആ സ്വർണ്ണ കൊടിമരം നിർമ്മിക്കാൻ ഇടയായ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട ദൈവപ്രശ്നം, ആരൊക്കെയാണ് കൊടിമര നിർമ്മാണത്തിന് പൈസ നൽകിയത്, കൊടിമരത്തിൻ്റെ തടി മേടിച്ചത് എവിടെ നിന്നാണ്, ഇങ്ങനെ തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി തന്നെ വിജിലൻസ് സംഘത്തിനെ കൊണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 30 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്,
ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരുന്നു കൊടിമര നിർമ്മാണം നടന്നതെങ്കിലും ഇതിലെ കണക്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ സ്വർണം എത്തിയിട്ടുണ്ട്, ആരൊക്കെ സ്വർണം നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപരേഖ ഇതുവരെയായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലുള്ള ഒരു സത്യമാണ്. പ്രത്യേകിച്ചും സിനിമാ നടന്മാരുടെ ഒരു വലിയ സംഖ്യ തന്നെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകം ഒരുക്കുന്ന സമയത്ത് സ്വർണം നൽകിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഇങ്ങനെ തുടങ്ങി പലരും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു ആചാരമാണ്. കാരണം കണക്ക് നോക്കാതെ അല്ലെങ്കിൽ സ്വർണ്ണ കൊടിമരവുമായി നിർമ്മാണം തുടങ്ങിക്കഴിയുമ്പോൾ അതിന് മുകളിൽ സ്ഥാപിക്കുന്ന വാജിവാഹനത്തിൻ്റെ നിർമ്മാണത്തിനും അതിനെല്ലാം ഉപരിയായി പറകളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെ തന്നെ സ്വർണം നൽകുന്ന പതിവ് നാട്ടിൽ ഉള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്ത് സ്വർണം കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് ഇക്കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു നിരീക്ഷകൻ തന്നെ ഉണ്ടായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശിച്ചയാൾ ശബരിമല സന്നിധാനത്ത് തങ്ങിയായിരുന്നു കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നത്. കാരണം അത്തരത്തിൽ വിവാദങ്ങൾ, അതായത് ഇതിനു മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. അത് കേസായി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിട്ടുമുണ്ട്, പ്രത്യേകിച്ചും ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ഈ വിവാദങ്ങൾ ഉയരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഹൈക്കോടതി ഒരു നിരീക്ഷകനെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സ്വർണ്ണക്കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചടങ്ങുകളും നടന്നതെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെ ഏതെങ്കിലും തരത്തിലെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടോ, അതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കൃത്യമായി കണ്ടെത്താൻ. കാരണം ആദ്യഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ പറഞ്ഞത്, അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു അജയ് തറയിലും ഒപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും. ഈ രണ്ടു പേരും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, ഈ സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായി എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ ഇടപാടുകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബരിമലയിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിന് തയ്യാറായി കഴിഞ്ഞാൽ, ശബരിമലയിൽ ഏതെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആരും ചോദിക്കാതെ തന്നെ സ്വർണവും പണവും നൽകുന്ന ഒരു പതിവുണ്ട്. അതിൽ കണക്കുകൾ പോലും ആരും നോക്കാറില്ല. അത്തരത്തിൽ ഏതെങ്കിലും വഴിയിൽ നിന്ന് ഈ സ്വർണം കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കണക്കുകൾ എത്രയാണ്? ഒരു കാര്യം നല്ലത് തന്നെയാണ്, ഈ കണക്കുകൾ ചോദിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിൽ എത്തിച്ചേരുന്നതും അത് പൊതുജനം അറിയുന്നതും. നിലവിലെ സാഹചര്യത്തിൽ ഫീനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കൊടിമരത്തിന്റെ പൂർണ്ണമായ നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നതെങ്കിൽ, അന്നത്തെ ആളുകൾ, അതായത് 2017 ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നതെങ്കിൽ, ഇപ്പോൾ അവർ പറയുന്നു മറ്റു ചില ആളുകൾ കൂടി ഇതിൻ്റെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വർണം നൽകിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു, ഇപ്പോൾ മറ്റു ചില ആളുകൾ കൂടി സ്വർണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഈ കൊടിമര നിർമ്മാണത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ പൂർത്തിയായതിനു ശേഷം വാജിവാഹനം കൈമാറിയത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായി മാറി. ഇപ്പോഴും ആ വിഷയം ചർച്ചയായും ഒപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളായി തുടരുകയുമാണ്. ഒരു വിഭാഗം, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരിൽ ചില ആളുകൾ പറയുന്നത് വാജിവാഹനം ഒരിക്കൽ പോലും തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, അത് അങ്ങനെ ഒരാൾക്ക് നൽകാൻ പാടില്ല എന്ന തരത്തിൽ ഓർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം അതല്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു. അങ്ങനെ വാജിവാഹനം മുതൽ സ്വർണത്തിൽ വരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു പൊങ്ങുന്നത്. 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് വിജിലൻസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പുതിയ ഏതെങ്കിലും കൊള്ളകൾ പുറത്തു വരുമോ, അതല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, എന്തായാലും വാസ്തവങ്ങൾ പുറത്തു വരണം എന്നു തന്നെയാണ് അയ്യപ്പ ഭക്തരുടെയും ആവശ്യം. LDFന്റെ ഘടകകക്ഷിയായ ജനതാദൾ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലമാണ് തിരുവല്ല. അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മത്സരിക്കുകയാണെങ്കിൽ ചരിത്ര വിജയം ഉറപ്പാക്കി 3ാം തവണയും LDF അധികാരത്തിലെത്തുമെന്ന് പാർട്ടി മണ്ഡലം കൺവീനറും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ആർ സനൽകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു.
വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവല്ല. മറ്റു മണ്ഡലങ്ങൾ മോശമെന്നുള്ളതല്ല, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും ചാർത്തിക്കൊണ്ടാണ് തിരുവല്ല നിയോജക മണ്ഡലം പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് LDFിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടർച്ച ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാം. നമ്മളോടൊപ്പം ചേരുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവല്ല LDFിന്റെ കൺവീനറും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് R സനൽകുമാറാണ്. എങ്ങനെയാണ് സഖാവേ നമ്മളിപ്പോൾ ഈ ഇലക്ഷനെ നമ്മൾ നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് തിരുവല്ല നിയോജക മണ്ഡലം? തിരുവല്ല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് 2006 മുതൽ ഈ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ്. 2006 മുതൽ 25 വർഷക്കാലമായി മാത്യു ടി തോമസ് ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. 2011 പുനഃസംഘടിക്കപ്പെട്ട കല്ലുപ്പാറ നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങളും കൂടി ചേർന്നുള്ള ഈ നിയോജക മണ്ഡലം ഉണ്ടാകുന്നത്. ആ കല്ലുപ്പാറ നിയോജക മണ്ഡലത്തിന്റെ ഭാഗം കൂടി വന്നതോടുകൂടി കുറച്ചുകൂടി സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ആദ്യത്തെ തവണ തന്നെ നല്ല ഭൂരിപക്ഷത്തിലാണ് മാത്യു ടി തോമസ് ഇവിടെ വിജയിച്ചത്. പിന്നീട് ഓരോ തവണയും അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാര്യം ഉൾപ്പെടെ 2006 അദ്ദേഹം VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നു. 2016 പിണറായി വിജയൻ ഗവൺമെന്റിനോടൊപ്പം മന്ത്രിയായിരുന്നു. അദ്ദേഹം ആദ്യമായി MLA ആകുമ്പോൾ VK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് 1987. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും പരിചയവും ദീർഘനാളായി പൊതുരംഗത്തെ രാഷ്ട്രീയ നേതൃത്വമായി നിന്ന് വളരെ പക്വതയുള്ള സൗമ്യമായ അദ്ദേഹത്തിന്റെ രീതികളും അഴിമതി രഹിതമായിട്ടുള്ള പൊതുപ്രവർത്തനവും എല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് മാത്യു ടി തോമസിന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം ഞങ്ങളുടെ ജോസ് കെ മാണി പങ്കെടുത്ത വികസന മുന്നേറ്റ ജാഥ വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ആ ജാഥയുമായി ബന്ധപ്പെട്ട് വന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ജനമുന്നേറ്റമാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ തുടരണം. ഇവരെ പോലുള്ള നേതാക്കന്മാർ വീണ്ടും ജനനേതാക്കന്മാരായി നിന്ന് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവണം. അതിന്റെ അടിസ്ഥാന കാരണം ജനങ്ങൾക്കുണ്ടായ ബോധ്യമാണ്. 1850 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. 2006 അദ്ദേഹം MLA ആയി വന്ന വീണ്ടും മന്ത്രിയും MLAയുമായി VS ഗവൺമെന്റിന്റെ ഭാഗമായി വന്നപ്പോഴാണ് വർഷങ്ങളായി നടക്കാതിരുന്ന 16ഓളം പാലങ്ങളാണ് ആ ഒരൊറ്റ ഗവൺമെന്റിൽ തന്നെ തീരുമാനമായത്. പിന്നീട് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭാഗമായി വന്നപ്പോഴേക്കും തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനങ്ങൾ ഏറ്റെടുത്തു. 6 നിലയിലുള്ള കെട്ടിടമായി തിരുവല്ല ഗവൺമെന്റ് ആശുപത്രി ഉയർത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ BMBC നിലവാരത്തിലുള്ള റോഡുകൾ ഈ നിയോജക മണ്ഡലത്തിൽ 2006 ശേഷം, പ്രത്യേകിച്ചും 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കുറെ കൂടി നേർബോധ്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ബോധ്യപ്പെട്ടത്. അമ്പലപ്പുഴ തിരുവല്ല റോഡ്, അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ലയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള റോഡുകൾ, ശ്രീവല്ലഭ ക്ഷേത്രത്തിന് സമീപത്തുകൂടിയുള്ള റോഡ്, ഇടിഞ്ഞിലത്ത് അഴിയർത്തിയറ നേപ്രാൾ റോഡ്, അത് കിടങ്ങറ വരെ പോകുന്നതാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അങ്ങേയറ്റം. അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയുമായി ചേർന്നുള്ള ഒട്ടേറെ അനുബന്ധ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജലസേന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടന്ന ധാരാളം നഗരത്തിലെ തന്നെ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും പ്രയോജനപ്പെടുന്ന തിരുമലപുരത്ത് ആരംഭിച്ച കുടിവെള്ള പദ്ധതി, നമ്മുടെ ബൈപ്പാസ് തിരുവല്ല ബൈപ്പാസ് മുടങ്ങിക്കിടന്ന ബൈപ്പാസാണ്. ആ ബൈപ്പാസ് അതിന്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം MLA അതിന്റെ ചില പരിമിതികൾ അതിലുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാനൊക്കെ ചില തയ്യാറാകുന്നുണ്ടെങ്കിലും ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത് G. സുധാകരൻ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ ബൈപ്പാസ് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് യാഥാർത്ഥ്യമാക്കുക. പറയട്ടെ, ഈ ടൈമില് അദ്ദേഹം നിൽക്കുന്നില്ല എന്നുള്ള ഒരു മാധ്യമങ്ങൾ കൂടിയുള്ള ഒരു വാർത്ത വന്നിരുന്നു. അതിനുശേഷം പാർട്ടി ഈ സീറ്റ് എടുക്കുക എന്നുള്ളൊരു, അത് രണ്ടിനെയും കുറിച്ച് അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴാണെങ്കിലും തുടർച്ചയായ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആരോടെങ്കിലും അങ്ങനെ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായി ജനതാദൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലമാണ്. ജനതാദളിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. മാത്യു ടി തോമസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വരാനില്ലെന്നാണ് ഞങ്ങളുടെ LDFന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം. അദ്ദേഹം മത്സരിക്കാന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് ജനതാദളിനാണ് ഈ സീറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റക്കയറ്റങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിൽ സജീവമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകും.
അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് തുടർച്ചയായിട്ട് വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാരിന്റെ ഉറപ്പായും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റിന്റെ നേതൃത്വമായി മാത്യു തോമസ് ഉൾപ്പെടെ ഉണ്ടാകണമെന്നുമാണ് തിരുവല്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവല്ലയിലെ ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഇപ്പൊ ഞങ്ങള് 16, 17, 18 തീയതികളിൽ മാത്യു തോമസ് MLA നയിക്കുന്ന ജാഥ, നിയോജകമണ്ഡലം ജാഥ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളെല്ലാം ശബരിമല ഉൾപ്പെടെയുള്ളതെല്ലാം ജനങ്ങൾ മറക്കും. അതെല്ലാം ഇപ്പത്തെ അവർക്ക് തന്നെ വിവരങ്ങളായി വന്നിരിക്കുന്നല്ലോ. പോറ്റിയെ കയറ്റിയതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ അടൂർ പ്രകാശും ആന്റണിയും അടങ്ങുന്ന ഈ ജില്ലയിലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്കെതിരായി ഈ പാരഡി ഗാനങ്ങളും ആക്ഷേപ ഗാനങ്ങളും ഒക്കെ അവതരിപ്പിച്ച് ഇപ്പൊ അവർക്ക് തന്നെ വിവരമായിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ പോറ്റി അവിടെ കയറ്റുന്നത് ആരാണ്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കയറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അടൂർ പ്രകാശ് അടക്കമുള്ള മന്ത്രിമാർ, ശിവകുമാർ അടക്കമുള്ള മന്ത്രിമാരും, പ്രയാർ കോർപ്പറേഷൻ ദേവസ്വം ബോർഡ് കൊടിപരമായിട്ടുള്ള ബന്ധപ്പെട്ട ആ സമയത്താണ് പോറ്റിക്ക് എല്ലാ തരത്തിലുള്ള അവസരവും പോറ്റിക്ക് ആ ക്ഷേത്രത്തിന്റെ ഭരണനിയന്ത്രണം അടക്കം കൊടുക്കുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ LDF ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ്? ആരുടെ ഭരണത്തിലായാലും ആരുടെ സമയത്തായാലും അയ്യപ്പന്റെ ഒരു പെണ്ണ് ആരെങ്കിലും കെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കണം. അതിന് രാഷ്ട്രീയ ഭേദമില്ലാത്ത നിലപാടാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയുന്നു, പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ കോടതിയുടെ മുമ്പിലേക്ക് വിഷയം എത്തുന്നത്. അപ്പോഴാണല്ലോ കോടതി പറഞ്ഞത് സമഗ്രമായിട്ട് എല്ലാം അന്വേഷിക്കണം, നിങ്ങൾ ഒരു നല്ല ടീമിനെ ഉണ്ടാക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കോടതി നിർദ്ദേശിച്ചനുസരിച്ചുള്ള ടീമിനെയാണ്. ഒരു ഘട്ടത്തിൽ പോലും കോടതിയുടെ അന്വേഷണത്തെ ആദ്യം സ്വാഗതം ചെയ്ത പ്രതിപക്ഷം ഇപ്പൊ അവർക്കെതിരെ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് കോടതിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് CBI വിശ്വാസമായി. അവരുടെ രാഷ്ട്രീയ നേതാക്കൾ സോണിയാഗാന്ധി അടക്കം ജയിലിലടക്കാൻ കൂട്ടുനിൽക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇപ്പൊ സതീശൻ ഇവിടെ സ്വീകരിക്കുകയാണ്. ഇതിന്റെ വിരോധാഭാസമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതുപോലെ കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എല്ലാം ഇതുപോലെ തന്നെ കള്ളങ്ങളെല്ലാം പ്രചരിപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ അപ്രഹരം ഉണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി അതെല്ലാം മനസ്സിൽ വെച്ച് നല്ലവണ്ണം നിർമ്മാണം ചെയ്ത് നല്ല നിലയ്ക്കുള്ള സംഘടനാ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ LDF ഗവൺമെന്റ് പ്രവർത്തനത്തെ പറ്റി ഒരു സ്ഥലത്ത് പോലും മതിപ്പ് കുറവില്ല. വീണ്ടും ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഈ സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 35 ലക്ഷം സ്ത്രീകൾക്ക് ഇപ്പോൾ 1000 രൂപ നൽകിയത്, അംഗനവാടി ആശാവർക്കർമാർക്ക് വേണ്ടി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ BJPയുടെ ഗവൺമെന്റ് എന്തെങ്കിലും പൈസ കൊടുത്തോ? ഇവർ സമരം ചെയ്യുകയും ഇല്ലാത്ത കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമില്ലേ? അതിപ്പോ തൊഴിലുറപ്പ് പദ്ധതി അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചപ്പോൾ 1000 കോടി രൂപ വെച്ചുകൊണ്ട് നിങ്ങളുടെ പദ്ധതി ഞങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ തൊഴിലുറപ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു ധനമന്ത്രി പ്രഖ്യാപിച്ച ഇന്ത്യ വേറെ എവിടെ ഉണ്ട്? അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ജനങ്ങളുടെ നേർബോധ്യങ്ങൾ ഇടതുപക്ഷത്തിന് ഉറപ്പായും അനുകൂലമായിട്ട് വരും. അത് വികസനമെന്നത്തെ ജാഥയെ ജനങ്ങളുടെ മുന്നിൽ കണ്ടു. MLAയുടെ നേതൃത്വത്തിൽ നയിക്കാൻ പോകുന്ന ജാഥയെ ജനങ്ങൾ സ്വീകരിക്കും. നല്ല രീതിയിൽ ഇടതുപക്ഷത്തെ കേരളം നെഞ്ചേറ്റും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. തിരുവല്ലയിലും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് MLA തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല. BJPയെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുണ്ട്. BJPയുടേതാണെന്ന് പറഞ്ഞൊരു സ്നേഹിതൻ ഇപ്പോഴേ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം പണം കൊടുത്തൊരു കൂപ്പൺ കൊടുത്തുകൊണ്ട് ഇപ്പോഴേ വോട്ട് പിടിക്കുക. അദ്ദേഹത്തിൻ്റെതായ അച്ചടിച്ച കൂപ്പണുകൾ കൊണ്ടുവന്ന് ചില കടകളിൽ കൊടുക്കുന്നു, ചില സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ പണം കൊടുത്ത് വോട്ട് പിടിക്കുന്ന UP മോഡൽ അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ ഈ കേരളത്തിൽ കൊണ്ടുവരികയാണ്. അതുപോലെ ചില ഉത്സവങ്ങൾക്കെല്ലാം ദൈവം താഴെയാണ്, മേലിൽ നരേന്ദ്രമോദിയും ഇവിടെ BJP മത്സരിപ്പിക്കുന്നു എന്ന സ്ഥാനാർത്ഥിയുടെയും പേര് വെച്ചിരിക്കുക. ഇങ്ങനെ BJPയും ഇത്തരത്തിലുള്ള കാപട്യങ്ങളും കള്ളത്തരങ്ങളും എല്ലാം ഇത്രയും ജനവഞ്ചന കേരളത്തോട് കാണിച്ചിട്ട് ഈ തിരുവല്ലയിൽ വന്ന് ചെയ്യാൻ, തിരുവല്ലയിൽ എവിടെങ്കിലും BJPയുടെ സമൂലമായിട്ട് എന്തെങ്കിലും ഒരു സേവനം ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി BJPയുടെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ കാണിച്ച കൊള്ളയായ്മയ്ക്കെതിരെ ശക്തമായ സമരം ഞങ്ങൾ നടത്തി. CS സുജാത MP ആയിരുന്നപ്പോൾ വന്ന പദ്ധതിയാണ് ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലും ആകെയുള്ള റെയിൽവേ സ്റ്റേഷൻ പോലും ശരിയായിട്ട് നവീകരിക്കാൻ പറ്റുന്നത്. ഇനി BJP വലിയ ഭക്തിയുടെ ആളുകളാണെന്നത് ശബരിമലയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അന്തരീക്ഷം അനുസരിച്ച് അവിടെ വരുന്ന ഭക്തർക്ക് ഒരു 10,000 ടോയ്ലറ്റ് എങ്കിലും വേണം. അവിടെ 1000-1500 ടോയ്ലറ്റാണ് ഇപ്പോൾ ഉള്ളത്. ശൗചാലയങ്ങൾ പണിയുന്നതിന് വേണ്ടിയെങ്കിലും ഇച്ചിരി വനഭൂമിയോ ഇച്ചിരി സ്ഥലമോ വിട്ടുതരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണ്ടേ?
എരുമേലി വിമാനത്താവളം പോലും മുടക്കുന്നതിനാണ് നിൽക്കുന്നത്. അപ്പൊ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയ്ക്ക് യാതൊരു പരിഗണനയും കേന്ദ്ര ഗവൺമെന്റുകൾ BJPയുടെയും തന്നിട്ടില്ല, കോൺഗ്രസിന്റെ MP ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ജനങ്ങൾക്ക് ഉണ്ടാവും. ഇതിനെല്ലാം ഉള്ള ജനങ്ങളുടെ ശക്തമായ പ്രതികരണം തിരുവല്ലയിൽ വോട്ടായി പ്രതിഫലിക്കുമെന്നാണ് LDFന്റെ കൺവീനർ കൂടിയായുള്ള അഡ്വക്കേറ്റ് R. സനൽകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.